ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി സി മെഷീൻ്റെ ടോപ്പിക്സ് ആയിരുന്നു. സോ ഫാർ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് ആൻഡ് മോട്ടേഴ്സ്. അല്ല, ടൈപ്പുകൾ പറഞ്ഞു. പിന്നെ ടൈപ്പുകളിലെ മൂന്ന് ടൈപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ലാസ്റ്റ് ഇതും അതിൻ്റെ കൺക്ലൂഷനുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ കോമ്പൗണ്ട് മെഷീനുകളാണ് അല്ലേ. ഹെഡിങ് കൊടുക്കുക, കോമ്പൗണ്ട് വൂണ്ട് ഡി സി മെഷീൻ. കോമ്പൗണ്ട് വൂണ്ട് ഡി സി മെഷീനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ കോമ്പൗണ്ട് വൂണ്ട് ഡി സി മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it is a DC machine having both shunt and series field. ഷണ്ട് ഫീൽഡും സീരീസ് ഫീൽഡും കൂടി രണ്ടും ഉള്ളതാണ് ഇത് നമ്മുടെ കോമ്പൗണ്ട് കൊണ്ട് ഡി സി മെഷീൻ. അതായത് നമുക്കറിയാം നമ്മുടെ ഷണ്ട് ഫീൽഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, തിൻ വയറാണ്, ശരിയല്ല, റെസിസ്റ്റൻസ് കൂടുതലാണ്. സീരീസ് ഫീൽഡിൻ്റെ പ്രത്യേകത നമ്പർ ഓഫ് ടേൺസ് നമ്പർ ഓഫ് ടേൺസ് ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലാണ്, റെസിസ്റ്റൻസ് എന്താണ് കുറവാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഇത് കോമ്പൗണ്ട് കൊണ്ട് ഡി സി മെഷീനിൽ വരുന്നത്. ഈ കോമ്പൗണ്ട് കൊണ്ട് ഡി സി മെഷീൻ നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. കണക്ഷനിൽ ഒന്നാമത്തെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വൺ ഷോർട്ട് ഷണ്ടും, സെക്കൻഡ് വൺ ലോങ് ഷണ്ടുമാണ്. ഓക്കെ, ഷോർട്ട് ഷണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഷണ്ട് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ, രണ്ടിലും പാരലൽ തന്നെയാണ്. ഷണ്ട് ഇൻ പാരലൽ വിത്ത് ആരാണെന്ന് നോക്കാം, വിത്ത് ആർമേച്ചർ ഓൺലി. ആർമേച്ചർ മാത്രമേ പാരലായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ഷണ്ട്. ലോങ് ഷണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇഫ് ദ ഷണ്ട് ഫീൽഡ് ഈസ് ഇൻ പാരലൽ വിത്ത് ബോത്ത് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ്. ആർമേച്ചറും ഉണ്ടാവും, സീരീസ് ഫീൽഡ് രണ്ടിനും പാരലായിട്ട് ആര് നിൽക്കുന്നുണ്ടാവും, ഷണ്ട് ഫീൽഡ് നിൽക്കുന്നുണ്ടാവും. വേറെ ഷോർട്ട് ഷണ്ട് നമ്മുടെ ആർമേച്ചറിന് പാരലായിട്ട് മാത്രമേ, അതായത് ഷണ്ട് ഫീൽഡിന് പാരലായിട്ട് ആർമേച്ചർ മാത്രമേ നിൽക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ സീരീസ് ഫീൽഡ് ആ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അതെവിടെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, കാരണം സർക്യൂട്ടിൽ ആരൊക്കെ ഉണ്ടാവും, ഷണ്ടും ഉണ്ടാവും, സീരീസും ഉണ്ടാവും, അത് ഉറപ്പാണ്. ഓക്കെ, പിന്നെ ഉള്ളൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവും ഡിഫറൻഷ്യലും എന്നുള്ള രണ്ട് ക്ലാസിഫിക്കേഷനാണ്. അതായത് ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ, വേറെ കൂടുതലായിട്ട് അതിൽ പഠിക്കാനൊന്നുമില്ല. ഇഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ the series winding assist ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എയ്ഡ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എയ്ഡ് ചെയ്യുക എന്ന് പറയാം. അസിസ്റ്റ് ഓർ എയ്ഡ്സ് ദ ഫ്ലക്സ്. സീരീസ് വൈൻഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എയ്ഡ് ചെയ്യുന്നു ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. അങ്ങനെ സീരീസ് വൈൻഡിങ്ങിൽ ഫ്ലക്സ് ഷണ്ട് ഫീൽഡ് ഫസ്റ്റ് ആഡപ്പ് ചെയ്യുവാണെങ്കിൽ ആ മെഷീൻ എന്താണ്, അതാണ് അല്ലെങ്കിൽ ആ ടൈപ്പാണ് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ഡി സി മെഷീൻ. ഓക്കെ, ഇനി ഇഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇഫ് ദ സീരീസ് ഫ്ലക്സ്, നമ്മളിവിടെ സീരീസ് ഫ്ലക്സ് ആണല്ലോ ഇവിടെ പറഞ്ഞത്, സീരീസ് ഫ്ലക്സ് ഒപ്പോസസ് ദ ഷണ്ട് ഫീൽഡ് ഫ്ലക്സ്. നേരത്തെ സീരീസ് ഫ്ലക്സ് എയ്ഡ് ചെയ്യുന്നില്ല, ആഡപ്പ് ചെയ്യായിരുന്നു ഷണ്ട് ഫീൽഡ് ഫ്ലക്സ് ആയിട്ട്. ഇത് ഒപ്പോസ് ചെയ്യുന്നു പറഞ്ഞാൽ അതിന് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്ത്, ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് മെഷീൻ. ഓക്കെ, ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് മെഷീൻ. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഗുണങ്ങൾ അതിലേക്ക് അങ്ങനെ അധികം നടക്കുന്നില്ല.
നമുക്ക് ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും തന്നെയാണ് കൂടുതൽ സ്റ്റക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഷോർട്ട് ഷണ്ട് മെഷീനുകളെ കുറിച്ച് നോക്കാം. ഹെഡിങ് കൊടുക്കുക ഷോർട്ട് ഷണ്ട് DC മെഷീൻ. ഓക്കെ, ഷോർട്ട് ഷണ്ട് DC തന്നെ രണ്ടെണ്ണം ഉണ്ട്. നമ്മുടെ ജനറേറ്ററും ഉണ്ടാവും, DC ജനറേറ്റർ, DC മോട്ടർ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു ഫിഗർ വരക്കാം, എന്നിട്ട് നമുക്ക് അനാലിസിസ് നടത്താം അതിൻ്റെ അകത്ത്. നിങ്ങൾ ആർമേച്ചറാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അവിടെ ഞാനൊരു ഫിഗർ വരക്കും, നിങ്ങൾക്ക് നോക്കിയിട്ട് ഇത് ഏതാണെന്ന് പറയാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഇത്രയേ കാണിച്ചിട്ടുള്ളൂ. സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാം. ഇത് ഷണ്ടാണ്, ഇത് ആർമേച്ചറുമാണെന്ന് നിങ്ങൾക്കറിയാം. ശരിയാണല്ലോ. ഷണ്ടും ആർമേച്ചറും മാത്രം പാരലൽ, അതാരാ? അത് ഷോർട്ട് ഷണ്ട് അല്ലേ? ശരിയല്ലേ? ഇവിടെയാണ് അപ്പോൾ ആര് വരിക? സീരീസ് റെസിസ്റ്റൻസ് ആയ RSC ഇവിടെ എക്സ്റ്റേണലി ആയിട്ട് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കൺക്ലൂഷൻ നമ്മുടെ കഴിഞ്ഞ ഒരു ഷോർട്ട് ഷണ്ട് നമുക്ക് ക്ലിയർ ആയി. ഇനി ഇത് ഏതാണ്? ഞാൻ ഷോർട്ട് ഷണ്ട് ജനറേറ്റർ ആണ് വരക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? കറണ്ട് വിൽ ബി ഗോയിങ് ഔട്ട്, ഇത് IL, ഇത് ISH, അതും അറിയാം. ഇതിലെ ഈ ISC കാരണം ഇത് വേറൊരു കറണ്ട് കൂടി ഫ്ലോ ചെയ്യും, അതാണ് RSC കാരണം ISC എന്ന് പറഞ്ഞൊരു കറണ്ടും കൂടി ഉണ്ടാവും. അത്രയും നമുക്ക് ഇതിൻ്റെ അകത്ത് അനലൈസ് ചെയ്യാവുള്ളൂ. ഇനി നേരെ തിരിച്ച് നിങ്ങൾ ഇതിൻ്റെ DC മോട്ടർ വരച്ച് നോക്ക്. സർക്യൂട്ടൊക്കെ സെയിം തന്നെ ആയിരിക്കും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സർക്യൂട്ടിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. DC ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും ആകെ കണക്ഷനും കറണ്ട് ഫ്ലോയിങ് മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. ഇവിടെ ലോഡ് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ILൻ്റെ പ്രോപ്പർട്ടി കയറി വരുന്നതെന്നും നിങ്ങളത് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ഷണ്ട് മോട്ടറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ഷണ്ട് മോട്ടർ ആകുമ്പോൾ ഇത് RSH, ഇത് RA, ഇത് RSC. എന്തായിരിക്കും? ഇവിടെ നിന്നാണ് ലോഡ് കറണ്ട് വരുന്നത്. ഇതിലെ ഫ്ലോ ചെയ്യുന്ന ISC ഉണ്ടോ, എന്നിട്ട് എങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യും? ഇങ്ങോട്ട് രണ്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് IA, ഇത് ISH. ക്ലിയർ? സിമ്പിൾ അനാലിസിസ്. ഓക്കെ, ഇത്രേ നമുക്ക് അനാലിസിസ് ആയിട്ട് നടത്താനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇതാണ്, നമുക്ക് അനാലിസിസ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ഷണ്ട് ജനറേറ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കിടക്കാം. അപ്പോൾ ഷോർട്ട് ഷണ്ട് ജനറേറ്ററിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കറിയാം ISCയും ILും ഒരേ കറണ്ടാണ് അല്ലേ? ISCയും ILും സെയിം ആണ്. അപ്പോൾ ആദ്യത്തെ അനാലിസിസ് ആണ് ILും ISCയും സെയിം ആണ്. രണ്ടാമത്തെ അനാലിസിസ് നിങ്ങളുടെ ആർമേച്ചർ കറണ്ട് തന്നെയാണ് സ്പ്ലിറ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് പോകുന്നത്? IL പ്ലസ് ISHലേക്ക് പോകുന്നത്. ശരിയല്ലേ? നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് V ഈക്വൽ ടു EG മൈനസ് IA ഇൻറ്റു RA ഉണ്ടാവും. അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടാവും, നമ്മുടെ ഈ ISC RSCയും കൂടി ഉണ്ടാവില്ല, ഈ ഡ്രോപ്പും കൂടി ഉണ്ടാവില്ലേ? ശരിയല്ലേ? അപ്പോൾ ISC ഇൻറ്റു RSC KVL അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡ്രോപ്പും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി ഷണ്ട് ഫീൽഡ് കറണ്ട് എഴുതുമ്പോഴോ, ഷണ്ട് ഫീൽഡ് കറണ്ട് എഴുതുമ്പോഴും നമ്മൾ ഷണ്ട് ഫീൽഡ് കറണ്ട് എഴുതുമ്പോൾ RSH ആണ് ഇവിടെ വരിക. ഇവിടുത്തെ വോൾട്ടേജ്, ഇവിടുത്തെ ഈ നെക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ്പും അതിൻ്റെ കൂടെ തന്നെ ഇതും വരും അല്ലേ? അപ്പോൾ V പ്ലസ് ISC RSC ഡിവൈഡഡ് ബൈ RSH. ക്ലിയർ? പവർ ഡെവലപ്പ് ചെയ്യുന്ന ആർമേച്ചർ നമുക്കറിയാം EG ഇൻറ്റു IA, അതുപോലെ തന്നെ പവർ ഡെവലപ്ഡ് ലോഡ് V ഇൻറ്റു IL. അത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞ തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിലൊന്നൊരു വ്യത്യാസമില്ല, EG IAയും VIL. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പ്രശ്നമില്ല. ഇനി അടുത്ത ഷോർട്ട് ഷണ്ട് മോട്ടറാണ്. മോട്ടറിൽ ഇക്വേഷൻ വരുന്നത് നോക്കാം. ഷോർട്ട് ഷണ്ടിൽ
നമ്മുടെ കയ്യിൽ എന്തൊക്കെ വരും ഷോർട്ട് ഷണ്ടിൽ? ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെയും IL ഈക്വൽ ടു ISC തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. രണ്ടാമത്തത് IA ഈസ് ഈക്വൽ ടു IL മൈനസ് ISH, അതും നമുക്കറിയാം. പിന്നെ V നമുക്കറിയാം, V ഈസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് EB പ്ലസ് IARA പ്ലസ് ISC RSC അല്ല. നമ്മൾ നേരത്തെ എന്താണ് ജനറേറ്ററിൽ എഴുതി അതിന് നേരെ EMF ആയിട്ടുള്ള ഇക്വേഷനാണ് വരിക. സോ EB പ്ലസ് ISC RSC നമ്മൾ നേരത്തെ പഠിച്ച അതേ സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യണം, വേറൊരു പ്രശ്നങ്ങളുമില്ല. ഓക്കെ, I ഷണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി V മൈനസ് ISC RSC ഡിവൈഡഡ് ബൈ R ഷണ്ട് അല്ലേ. ഫിഫ്ത്ത് വണ്ണും സിക്സ്ത് വണ്ണും നമ്മുടെ EB ഇൻറ്റു IA അതുപോലെ B ഇൻറ്റു IL. EB ഇൻറ്റു IA എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആണ്. V ഇൻറ്റു IL എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ സപ്ലൈഡ് ടു ദ ആർമേച്ചറിലേക്ക് സപ്ലൈ ചെയ്യുന്ന പവർ. ഓക്കെ, സിമ്പിൾ അനാലിസിസ് യുവർ ഷോർട്ട് ഷണ്ട് മോട്ടോഴ്സ്. സോ അത് നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ലോങ് ഷണ്ട് DC മെഷീൻ. ലോങ് ഷണ്ട് DC മെഷീൻ. ലോങ് ഷണ്ട് DC മെഷീനിൽ വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ RSH ലോങ് ഷണ്ടിൽ എന്താ പ്രത്യേകത? നിങ്ങളുടെ ആർമേച്ചറും നിങ്ങളുടെ ഫീൽഡ് സീരീസും എന്താണ്? സീരീസ് ആയിട്ടാണ് ഉണ്ടാവുക. ആർമേച്ചറും സീരീസ് റെസിസ്റ്റൻസും സീരീസ് ആയിട്ട്, ദാറ്റ് ഈസ് ഇൻ പാരലൽ ടു യുവർ ഷണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ RSCയും വരും, അതോടൊപ്പം തന്നെ ആർമേച്ചറും വരും. ശരിയല്ലേ? ഓക്കെ, ദെൻ ഇത് നമ്മുടെ DC അല്ല, നമ്മുടെ ലോങ് ഷണ്ട് ജനറേറ്റർ ആണെങ്കിലല്ല എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക? ഇവിടെ നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. സോ ISC വരുന്നതാണ്, ഇവിടെ ISCയും കൂടി വരും. ഇങ്ങോട്ടേക്ക് IL, ഇങ്ങോട്ടേക്ക് I ഷണ്ട്. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ അനാലിസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോങ് ഷണ്ട് DC മോട്ടർ എങ്ങനെ വരിക? R ഷണ്ട്, ദെൻ ഈ ഇതിലൊന്നും മാറ്റമില്ല, കണക്ഷനിലൊന്നും മാറ്റമില്ല, ആകെ കറണ്ട് ഡയറക്ഷൻ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ലോങ് ഷണ്ട് മോട്ടർ ആണെങ്കിൽ ലോഡിൽ നിന്ന് വരണം അല്ലേ. ഇവിടെയാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ലോഡിൽ നിന്ന് കറണ്ട് IL, ഇങ്ങോട്ടേക്ക് ISC, ഇങ്ങോട്ടേക്ക് IA. ഇത് RSC, ഇത് RL. സോ ഇങ്ങോട്ടേക്ക് ആരും ഉണ്ടാവും? ISHും കൂടി ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ്. ഇവിടെ ഇനി കറണ്ടുകളുടെ നമ്മുടെ ഇക്വേഷനുകൾ എഴുതുക എന്നുള്ള കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ IAയും ISCയും ഈക്വലാണ്. അത് ഇവിടെ ആയാലും ഈക്വൽ തന്നെയാണ് അല്ലേ. രണ്ടാമത്തത് IA ഈക്വൽ ടു IL പ്ലസ് ISH ആണ്. ഇവിടെ അതെന്താണ്? IA ഈസ് ഈക്വൽ ടു IL മൈനസ് ISH ആണ്. പിന്നെ മൂന്നാമതായിട്ട് മൂന്നാമതായിട്ടുള്ളത് ഷണ്ട് കറണ്ട് ആണ്. ഷണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ V/RSH അല്ലേ വരിക, കാരണം ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയാണല്ലോ ഇവിടെ ഉണ്ടാവുക. ഇവിടെ V തന്നെയല്ലേ, V/RSH. സോ ഹിയർ ഓൾസോ സെയിം, ISH വിൽ ബി ഈക്വൽ ടു V/RSH, അതിൽ മാറ്റമില്ല. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇക്വേഷനാണ്. താഴെ എഴുതാം. വോൾട്ടേജ് ഇക്വേഷൻ വിൽ ബി EG മൈനസ് IA ഇൻറ്റു ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ RAയും വരും RSCയും വരും. അപ്പോൾ RA പ്ലസ് RSC. സോ ഇറ്റ് വിൽ ബി V ഈസ് ഈക്വൽ ടു EG മൈനസ്
IA ഇൻറ്റു RA പ്ലസ് RSC. പിന്നെ നമുക്കറിയാം പവർ ഡെവലപ്ഡ് ഇൻറ്റു ആർമേച്ചർ EGIA, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് EB ഇൻറ്റു IA, പവർ ഡെലിവേർഡ് ടു ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നത് V ഇൻറ്റു IL, പവർ സപ്ലൈ ടു ആർമേച്ചറിലേക്ക് സപ്ലൈ ചെയ്യുന്നു എന്താണ് V ഇൻറ്റു IL. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ മെഷീനുകളിലെ എല്ലാ സാധനങ്ങളും എല്ലാ ടൈപ്പുകളും കൃത്യമായിട്ട് രണ്ടും പാരലലി നമ്മൾ അനലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനെ ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരുന്ന അതായത് DC ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും ടൈപ്സിൽ വരുന്ന എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ജനറലി വരുന്ന നമ്മളെ ജനറേറ്ററിലെ ആ പവറിൻ്റെ വരുന്ന ഇക്വേഷൻസ് എഴുതാം. പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്താണ് EG ഇൻറ്റു IA. ദെൻ പവർ ഡെവലപ്ഡ് ടു ലോഡിൽ പവർ ഡെവലപ്ഡ് അല്ല പവർ ഡെലിവർ ചെയ്യല ലോഡിലേക്ക് പവർ. സോ പവർ ഡെലിവേർഡ് ടു ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്ന പവർ V ഇൻറ്റു IL. ഇനി മോട്ടറിലുള്ള പവറിൻ്റെ അവസ്ഥ എന്താണ്, നമ്മളവിടെ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് PM ആണ്. അപ്പോൾ PM ഈസ് ഈക്വൽ ടു EB ഇൻറ്റു IA. ദെൻ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്യുകയാണ് നമ്മൾ എങ്ങോട്ടേക്ക്, ലോഡിലേക്ക് അല്ലേ. സോ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ടു ലോഡിലേക്കുള്ള ഇലക്ട്രിക്കൽ പവർ സപ്ലൈ വെച്ചാൽ V ഇൻറ്റു IL. നേരത്തെ നമ്മൾ ഡെലിവർ ചെയ്യാൻ ഇതിങ്ങോട്ട് സപ്ലൈ ചെയ്യും. ക്ലിയർ, പവറിൻ്റെ സാധനങ്ങൾ ക്ലിയർ ആയി. ഇനി നമ്മളതിനെ ജനറലി നമ്മളതിൻ്റെ ടൈപ്സും ഇത് നമ്മളൊരു ടേബിൾ ഫോളത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് വരും. നമ്മളെല്ലാ മെഷീനിൻ്റെയും നമുക്ക് ഇക്വേഷൻസ് നമുക്കൊന്ന് ഒരു ഇതിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി കുറച്ചും കൂടി സിംപ്ലറായിട്ട് നമുക്ക് ഓർക്കാം. അപ്പോൾ ടൈപ്പ്, ദെൻ ജനറേറ്റർ, പുറത്ത് മോട്ടർ. ഓക്കെ, ആദ്യം സീരീസ്, പിന്നെ ഷണ്ട്, പിന്നെ ഷോർട്ട് ഷണ്ട്, ദെൻ ലോങ് ഷണ്ട്, സെപ്പറേറ്റ്ലി അങ്ങനെ പഠിക്കണമെന്നില്ല, കാരണം റെയർലിയാണ്. ഈ 4 നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. സോ ജനറേറ്ററിൻ്റെ നമ്മളെ സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാം സീരീസിലെല്ലാം സെയിം ആണ്. സോ IA ഈക്വൽ ടു IL ഈക്വൽ ടു ISC. ഓക്കെ, V എന്ന് പറയുന്നത് എന്താണ് EG മൈനസ് IA ഇൻറ്റു RA പ്ലസ് RSC. ശരിയല്ലേ. മോട്ടറിൽ IA ഈക്വൽ ടു IL ഈക്വൽ ടു ISC, V ഈസ് ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു RA പ്ലസ് RSC. ഷണ്ടിൽ IA ഈക്വൽ ടു IL പ്ലസ് ISH. വോൾട്ടേജ് എന്ന് പറയുന്നത് EG മൈനസ് IA R. മോട്ടറിൻ്റെ കേസിൽ IA ഈസ് ഈക്വൽ ടു IL മൈനസ് ISH, V ഈസ് ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു R. ദെൻ ഷോർട്ട് ഷണ്ടിൻ്റെ കേസിൽ ISC ഈക്വൽ ടു IL, I ഷണ്ട് ഈക്വൽ ടു V പ്ലസ് ISC RSC ഡിവൈഡഡ് ബൈ R ഷണ്ട്. ദെൻ V ഈസ് ഈക്വൽ ടു EG മൈനസ് IARA മൈനസ് ISC ഇൻറ്റു RSC. ഇപ്പുറത്തെ മോട്ടറിലേക്ക് വരുമ്പോൾ ISC ഈക്വൽ ടു IL തന്നെ, IA ഈക്വൽ ടു IL മൈനസ് ISH. അതുകൂടെ എഴുതാൻ വേണമെങ്കിൽ IA ഈക്വൽ ടു IL പ്ലസ് ISH ആയിരുന്നു അല്ലേ. I ഷണ്ട് ഈസ് ഈക്വൽ ടു V പ്ലസ് അല്ല വരിക, V മൈനസ് ആണ് വരിക അല്ലേ. V മൈനസ് ISC ഇൻറ്റു RSC ഡിവൈഡഡ് ബൈ R ഷണ്ട്. ദെൻ വോൾട്ടേജ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു EB പ്ലസ് IARA പ്ലസ്
ISC ഇൻറ്റു RSC. ലോങ് ഷണ്ടിലേക്ക് വരുമ്പോൾ ISC ഈക്വൽ ടു IA, then IA ഈക്വൽ ടു IL പ്ലസ് ISH, ISH ഈക്വൽ ടു V ബൈ RSH തന്നെയാണ്. V ഈസ് ഈക്വൽ ടു EG മൈനസ് IA ഇൻറ്റു RA പ്ലസ് RSC. ശരിയല്ലേ? ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ISC ഈക്വൽ ടു IA, IA ഈക്വൽ ടു IL പ്ലസ് ISH, ISH ഈക്വൽ ടു V ബൈ RSH, and V is equal to EB plus IA into RA plus RSC. Okay, so പിന്നെ സെപ്പറേറ്റ്ലി ആകുമ്പോൾ IA is equal to IL, V is equal to EG minus IAR, then ഇപ്പുറത്ത് V is equal to EB plus IAR. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ പോയിന്റ്സും നമ്മളുടെ ടൈപ്സിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾക്ക് എടുത്ത് ചെയ്യാവുന്നതാണ്. ഈ ടൈപ്പുകളെ ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ടൈപ്പുകൾ രണ്ടും ജനറേറ്റർ മാത്രമല്ല നമ്മളൊരു കമ്പാരിസൺ നടത്തി പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടൈപ്സ്. ഇനി നമ്മൾ ചെയ്യാൻ വെച്ചാൽ ഇതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ, ഒബ്ജക്റ്റീവ് അല്ല, പ്രോബ്ലംസ് ആണ്. അതായത് നമുക്ക് ചോദിക്കുന്ന അതിനുള്ള ചെറിയ ചെറിയ പാർട്സ് ചോദിക്കും. നമുക്കത് ഫോർമുല പ്രാക്ടീസ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാനും വേണ്ടിയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് ആണ്, ഒബ്ജക്റ്റീവ്സ് അല്ല. അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലംസിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിന് കുറച്ച് ഫോർമുല പ്രാക്ടീസ് ആവും. പുതിയ കുറച്ച് ഫോർമുലകൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആണ്. കുറച്ച് പുതിയ ഫോർമുലയും കൂടി കിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ 4 പോൾ കിട്ടുന്ന സാധനങ്ങൾ അപ്പം തന്നെ എഴുതി വയ്ക്കാം. P is equal to 4. അതുകൊണ്ട് ആർമേച്ചർ ആസ് 720 കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ Z ആണ്. അപ്പോൾ 720. റൊട്ടേറ്റർ അറ്റ് 1000 റവല്യൂഷൻ പെർ മിനിറ്റ്, അതായത് N, അതായത് 1000 RPM ആണ്. ഓക്കെ, പിന്നെ യൂസ്ഫുൾ ഫ്ലക്സ് വന്നിട്ടുണ്ട് 5, അത്ര 20 മില്ലി വെബർ ആണ്. അപ്പോൾ 10⁻³ നെക്സ്റ്റ് വേവ് വൂണ്ടാണ്. വേവ് വൂണ്ട് പറയുന്നത് പാരലൽ പാത്ത് അനലൈസ് ആണ്. പാരലൽ പാത്ത് A = ജനറേറ്റർ വോൾട്ടേജ് ആണ് കാണേണ്ടത്. ഓക്കെ, ജനറേറ്റർ വോൾട്ടേജ് വെച്ചാൽ E അല്ലെങ്കിൽ EG അല്ലേ. അപ്പോൾ എന്താണ് 5ZN/60 ഇൻറ്റു P/N. സോ ഉത്തരം വിൽ ബി 20 ഇൻറ്റു 10⁻³ ഇൻറ്റു 720 ഇൻറ്റു N എത്രയാണ്? 1000 ആണ് അല്ലേ. അപ്പോൾ 1000. ഓക്കെ, N ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം നിങ്ങൾ വരുത്തണം. ഓക്കെ, ഇല്ല, N കറക്റ്റ് തന്നെയാണ്. ഓക്കെ, നമ്മൾ /60 ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കറക്റ്റാണ്. 1000/60 ഇൻറ്റു P എത്രയാ? 4 2. ശരിയല്ല, 20 10⁻³ ഇൻറ്റു 720 ഇൻറ്റു 1000 ഇൻറ്റു 4/2. കറക്റ്റാണ്. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ് 480 വോൾട്ട്. ഓക്കെ, 450 വോൾട്ടാണ് നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടുക. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. സിമ്പിൾ പ്രോബ്ലമാണ്, നമുക്ക് ഈസി അനലൈസ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. നെക്സ്റ്റ് 8 പോൾ, ഉടനടി P is equal to 4. ലാപ്പ് വൗണ്ട് ആകുമ്പോൾ പാരലൽ പാത്ത് A is equal to P is equal to 8. ഹാസ് 40 സ്ലോട്ട്സ് വന്നിട്ടുണ്ട് വിത്ത് 12 കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. അപ്പോൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് നമ്മൾ കാണണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻറ്റു കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻറ്റു കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്ര? 40. ഒരു സ്ലോട്ടിൽ എത്ര കണ്ടക്ടർ ഉണ്ട്? 12 ആണ്. അപ്പോൾ 40 × 12. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്ര? 480 കിട്ടി. ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 500 എഴുതിയിട്ടുണ്ട്.
ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 500. സ്പീഡാണ് കാണേണ്ടത്, എന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫ്ലക്സ് പെർ പോള് 5 തന്നിട്ടുമുണ്ട്. എത്ര? 1510⁻3. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്. അഗെയിൻ സെയിം ഇക്വേഷൻ 5Zn/60 ഇൻറ്റു P/A. ഇതിൻ്റെ അകത്ത് നിന്ന് സ്പീഡ് എന്ന് പറയുമ്പോൾ E ഇൻറ്റു 60 ഇൻറ്റു A ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു Z ഇൻറ്റു P. E എത്രയാണ്? 500. പിന്നെ 60 ഇൻറ്റു A എത്രയാ? A 8. 5 1510⁻3. Z 480 ഇൻറ്റു പൂൾ എത്രയാണ്? 8. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം തരുന്നതാണ്. ഉത്തരം വരിക 1250 RPM. ഉത്തരം അത്ര റിലവൻസ് ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഫോർമുല പ്രാക്ടീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ പുതിയ ഫോർമുലകൾ തരാനും വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് DC ജനറേറ്റർ ആസ് എൻ EMF ഓഫ് 1000 volt. അപ്പോൾ നിങ്ങൾക്ക് EMF ഉണ്ട്, എന്താ യൂസ്ഫുൾ ഫ്ലക്സ് ഉണ്ട്, സ്പീഡ് ഉണ്ട്. ജനറേറ്റർ ചെയ്യുന്നത് സെയിം ഫ്ലക്സ്, അതായത് കമ്പാരിസൺ പ്രോബ്ലം ആണ്. ഓക്കെ, 2 ടൈപ്പ് കമ്പാരിസൺ ആണ്. സെയിം ഫ്ലക്സും സ്പീഡും തരുമ്പോഴുള്ള EMFും വേറെ ഫ്ലക്സും വേറെ സ്പീഡും തരുന്ന EMF. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷനിൽ എന്തോ ഒരു പ്രാക്ടീസ് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം NP/5/60 ഇൻറ്റു അല്ലേ 5Zn/60 ഇൻറ്റു P/A അല്ലേ നമ്മളെങ്ങനെയാണ് പഠിച്ചിരുന്നത്? 5Zn/60 ഇൻറ്റു P/A. കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് PZ/60A ഇൻറ്റു N ഇൻറ്റു 5 എന്ന് എഴുതാം. നമുക്ക് ഈ PZ/60A കോൺസ്റ്റൻറ്റ് K ഡിഫറൻസ് നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ? E = K ഇൻറ്റു N ഇൻറ്റു 5. ഇതാണ് നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുക കേട്ടോ. ജനറേറ്റർ വോൾട്ടേജ് K ഇൻറ്റു N ഇൻറ്റു 5. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം നമ്മളെ K കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വി ഹാവ് ടു യൂസ് EG പ്രപ്പോർഷണൽ ടു N ഇൻറ്റു 5. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഇക്വേഷനാണ് എല്ലാ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. ഓക്കെ, EG പ്രപ്പോർഷണൽ ടു N ഇൻറ്റു 5 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് എഴുതാം E2/E1 = N2/N1 ഇൻറ്റു 5/2/5/1. ശരിയല്ലേ? ഇത്തരത്തിൽ നമുക്കതിനെ എഴുതാം. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കാം. നമ്മൾ ഓരോ കേസുകൾ ഇങ്ങനെയും നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം കേട്ടോ. ആദ്യത്തെ കേസ് എടുക്കുക, കേസ് 1 അല്ലെങ്കിൽ കേസ് A. എന്താ പറയുന്നത്? ഇത് സെയിം ഫ്ലക്സ്, അതായത് ആദ്യത്തെ കേസിലെ ഫ്ലക്സ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കേസാണ് ഫസ്റ്റ് കേസ്. അതായത് ഇതാണ് നിങ്ങളുടെ 5/1, ഇതാണ് നിങ്ങളുടെ N1, ഇതാണ് നിങ്ങളുടെ E1. ഓക്കെ, ഇവർ പറയുന്നു സെയിം ഫ്ലക്സ് ആണ്, അതായത് 5/2 എന്ന് പറയുന്നത് 5/1 തന്നെയാണെന്ന് പറയുന്നു. 20×10⁻⁻3. N1 നമുക്കറിയാം എത്രയാണ്? 1000 RPM. സോറി, 1000 അല്ല, N1 എത്രയാണ്? പോയി കാണിച്ചിരിക്കുക, 800 RPM ആണ്. N2 അതാണ് ഈ വിത്ത് സ്പീഡ് ഓഫ് 1000 RPM. അപ്പോൾ 1000 RPM ആയിട്ട് വരും. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത് E2 ആണ്. ശരിയല്ലേ? അപ്പോൾ E2 will be equal to E1 ഇൻറ്റു N2/N1 ഇൻറ്റു 5/2/5/1. E1 നമുക്കറിയാം ഇതവിടെ ഉണ്ട്, 100 ആണ്. N2 എത്രയാണ്? 1000 ആണ്. N1 എത്രയാണ്? 800 ആണ്. ഇൻറ്റു 5/2/5/1 സെയിം ആയതുകൊണ്ട് തന്നെ 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇത് 4, 5, 4 ഇതിലേക്ക് വരുമ്പോൾ 25. അപ്പോൾ 25 × 5 125 വോൾട്ട്. ശരിയല്ലേ? കേസ് A കഴിഞ്ഞു. കേസ് B പറയുന്നതോ 5/2 എത്രയാണെന്ന് പറയുന്നുണ്ട്? 24×10⁻⁻3. അതുപോലെ N2 എത്രയാണെന്ന് പറയുന്നത്? 900 RPM. അപ്പം അഗെയിൻ ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുക. E1 എന്ന് പറയുന്നത് 100 ഇൻറ്റു 5/2/5/1. 5/2 എന്ന് പറയുന്നത്
24 10 raised to minus 3 divided by 5 1 20 10 raised to minus 3 into n2 by n1. n2 എന്ന് പറയുന്നത് 900 by 800. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ് 135 വോൾട്ട്. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് കൺസെപ്റ്റ് ഇതിലെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An 8-pole generator has 500 armature conductors. പോൾസ് അറിയാം, അതിലാണ് 8. Z 500. യൂസ്ഫുൾ ഫ്ലക്സ് 0.065. ഇത് ചോദിക്കുന്നത് EMF എത്രയാണ് ഇപ്പോൾ ഇഫ് ലാപ്പ് കണക്റ്റഡ് ആൻഡ് റൺസ് അറ്റ് 1000 RPM. ഓക്കെ, അപ്പോൾ N 1000 RPM ആകുമ്പോൾ ലാപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് EMF? അപ്പോൾ ഞാൻ കേസ് 1 എന്ന് എടുക്കുന്നു. ഇതിന് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കേസ് 2. ആദ്യം കേസ് 1 ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാപ്പ് കണക്റ്റഡ് ആണ്. ലാപ്പ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പാരലൽ പാത്തും പോളും ഒക്കെ സെയിം ആണ്. അപ്പം EMF വിൽ ബി 5 Zn/60 ഇൻറ്റു P/A. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 5 എന്ന് പറയുന്നത് എത്രയാണ്? 0.065 Z എത്ര 500/60 ഇൻറ്റു എന്നും കൂടി വേണം അല്ലേ? എൻ എത്രയാണ്? 1000 /60 ഇൻറ്റു P/A. P/A എന്ന് പറയുമ്പോൾ 8/8. ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് തന്നെ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ് 541 വോൾട്ട്. അറൗണ്ട് ആ ആൻസറാണ് കിട്ടുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ സ്പീഡാണ് ചോദിക്കുന്നത്. വാട്ട് മസ്റ്റ് ബി ദ സ്പീഡ്? അതായത് n ആണ് കാണേണ്ടത്. പക്ഷേ ഏതാ കണ്ടീഷൻ? വേവ് കൊണ്ടാണ്. വേവ് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവും. A2 ആണ്. സെയിം EMF ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയ EMF, ഇപ്പോൾ സപ്പോസ് കിട്ടിയ EMF E1 ആണെങ്കിൽ E2നെ നമുക്ക് ഇത് പുതിയ EMF അല്ലേ, അതിന് E1 എന്ന് വിളിക്കാം. അതായത് E തന്നെയാണ്, EMF മാറ്റമില്ല. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇക്വേഷൻ ബി n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം E ഇൻറ്റു 60 ഇൻറ്റു A ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു Z ഇൻറ്റു P. ശരിയാണല്ലോ? അപ്പം E കിട്ടിയത് 541 ഇൻറ്റു 60 ഇൻറ്റു A എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 5. ഫ്ലക്സിനൊന്നും മാറ്റമില്ല. 0.065 ഇൻറ്റു നമുക്ക് Z 500 ഇൻറ്റു എത്ര P. പോൾസ് അല്ലേ? പോള് എത്ര കിട്ടിയത്? പോള് 8 അല്ലേ? യു വിൽ ബി ഗെറ്റിംഗ് ആസ് 250 RPM ആണ് നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി ഈ പ്രോബ്ലം. ഈ ഫസ്റ്റത്തെ കേസ് കണ്ടുപിടിച്ചത്. ഓക്കെ, സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് 2 EMFും സെയിം ആണെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ EMFിൻ്റെ ഇക്വേഷനുകളിൽ നോക്കാം. 5 Zn/60 ഇൻറ്റു P/Aയും ഇത് 5 Zn/60 ഇൻറ്റു P/Aയും ആണ്. ശരിയല്ലേ? ഇതിലെ 60 നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഫ്ലക്സ് രണ്ടിലും സെയിം ആണ്, അപ്പോൾ അത് രണ്ടും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കണ്ടക്ടേഴ്സ് രണ്ടിലും സെയിം ആണ്, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സ്പീഡാണ് കണ്ടുപിടിക്കണം, അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? പോൾസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പോൾസ് രണ്ടിലും സെയിം ആണ്, അതും കൺസിഡർ ചെയ്യണമെന്നില്ല. ആകെ ഉള്ളത് ഏതൊക്കെയാണ്? N/A ആണ് നമുക്ക് വരുന്നത്. അപ്പം N1/A1 ഈക്വൽ ടു N2/A2. അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന സ്പീഡ് 2 സെക്കൻഡ് സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ N1/A1 ഇൻറ്റു A2. N1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ് എത്രയാണ്? ആദ്യത്തെ സ്പീഡ് 1000 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ A1. ആദ്യത്തെ A1 എത്രയാണ്? 8 ഇൻറ്റു A2 എത്രയാണ്? 2. അപ്പോൾ 1000 ഇൻറ്റു 2/8. സോ ഉത്തരം വരും 1/4 250. ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്ന കാര്യം. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ സെയിം എന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഈക്വൽ ആവുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. എളുപ്പത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാപ്പ് കൊണ്ട് DC ജനറേറ്റർ ഹാവിങ് സ്ലോട്ട്സ് വിത്ത് 10 കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. അപ്പോൾ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കാണാം. ഇതാണ് 80 സ്ലോട്ട് ഉണ്ട്. ഓരോ സ്ലോട്ടിലും 10 കണ്ടക്ടർ. അപ്പോൾ എത്രയായി? 800 കണ്ടക്ടർ കിട്ടി. ലാപ്പ് ഉണ്ടായതുകൊണ്ട് A = P.
EMF തന്നിട്ടുണ്ട് എത്ര 400, RPM തന്നിട്ടുണ്ട് എത്ര 1000, അറ്റ് വാട്ട് സ്പീഡ് n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. n കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴാണ് ഇഫ് ഇറ്റ് ഈസ് ടു ജനറേറ്റർ അറ്റ് 220 വോൾട്ടിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ ജനറൽ ഇക്വേഷൻ 5Zn/60 × P/A എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ നമുക്കറിയാം എത്ര 400 = 5 തന്നിട്ടുണ്ടോ? ഇല്ല, 5 ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 5 തന്നിട്ടില്ലല്ലോ. അപ്പോൾ 5 × Z എത്രയാ 800/60 × n തന്നിട്ടുണ്ട് എത്ര 1000 × P/A. P/A സെയിം B ആകുമ്പോൾ 1 ആവും. സെയിം അല്ലേ? അപ്പോൾ ഈ വിൽ ബി ഗെറ്റിംഗ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 0.03 വെബർ കിട്ടും. ഇതാണ് ഫ്ലക്സ്. ഈ ഫ്ലക്സ് ആണ് നമ്മൾ അടുത്തതിൽ ഇടേണ്ടത്. അടുത്തതിലെന്ന് പറയുമ്പോൾ വോൾട്ടേജ് മാറി എത്ര 220 വോൾട്ടായി. അപ്പോൾ 220 = സപ്പോസ് സ്പീഡാണ് കാണേണ്ടത് വെച്ചാൽ n × 5 എന്ന് പറഞ്ഞാൽ 0.03 × n × Z. Zൽ മാറ്റമില്ല. 800/60 × P/A. P/Aയിലൊന്നും മാറ്റമില്ല. യു വിൽ ബി ഗെറ്റിംഗ് എ സ്പീഡ് ഓഫ് 550 RPM. ചെയ്ത് തന്നെ കിട്ടും അത്ര 550 RPM. ഓക്കെ ഓക്കെ ഈ പ്രോബ്ലം ഇങ്ങനെയൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് 2 EMFകളെ കുറിച്ചുള്ള കമ്പാരിസൺ ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സപ്പോസ് E1 = N1 P 5Z/60A, E2 = N2 P 5Z/60A. നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ അകത്ത് 60 മാറ്റം വരുന്നില്ല. ലാപ്പ് ഊണ്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് എക്കും പിക്കും ഒന്നും റോളില്ല. ലാപ്പ് തന്നെയല്ലേ. അപ്പോൾ എയും ബി ഒന്നും രണ്ട് സ്ഥലത്തേക്ക് 2 EMFന് വരുമ്പോൾ മാറ്റം വരുന്നില്ലല്ലോ. ഫ്ലക്സിന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ കിട്ടുന്ന അതേ ഫ്ലക്സ് അല്ല അടുത്ത ഇക്വേഷൻ. ഫ്ലക്സിന് മാറ്റമില്ല. കണ്ടക്ടറുകൾക്ക് മാറ്റമുണ്ടോ? ഇല്ല, അതും ഇല്ല. അപ്പോൾ ആര് മാത്രമേ വരുന്നുള്ളൂ? ഇയും എന്നും മാത്രമേ റിലേഷനായിട്ട് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? E2/E1 = N2/N1. നമുക്കിവിടെ കാണേണ്ടത് സ്പീഡ് N2 ആണ് കാണേണ്ടത്. അപ്പോൾ N2 = E2/E1 × N1. E2 എത്രയാ 220, E1 എത്രയാ 400 × N1. N1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ് എത്രയാ 1000. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 550 RPM എന്ന് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് ഇതൊക്കെ അനലൈസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കുറച്ച് ഐഡിയ വരും അതിൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ആ പ്രോബ്ലത്തിനൊക്കെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം 6 പോൾ DC ജനറേറ്റർ. ഇത് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും P = 4, Z ഹാസ് 1200 ആർമേച്ചർ കണ്ട. അപ്പോൾ 1200 വോൾട്ടേജ് വന്നിട്ടുണ്ട് എത്ര 250 വോൾട്ട്. പിന്നെ ഓപ്പൺ സർക്യൂട്ട് റണ്ണിങ് ആയിട്ട് സ്പീഡ് ഓഫ് n തന്നിട്ടുണ്ട് അത്ര 500 RPM അല്ലേ. പിന്നെ എന്താണുള്ളത്? ഡയമീറ്റർ ഓഫ് ദ പോൾ ഷൂ സർക്കിൾ തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് പോൾ ആർക്ക് ടു പോളിച്ച് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് പോൾ ഷൂ തന്നിട്ടുണ്ട് അല്ലേ. മീൻ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് കാണേണ്ടത്. മീൻ ഫ്ലക്സ് ഡെൻസിറ്റി അതായത് B ആണ് കാണേണ്ടത്. ലാപ്പ് വൈൻഡിങ് ആണെന്ന് അസ്യൂം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം A = P = 4 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. ആ ഇക്വേഷൻസ് പരിചയപ്പെടുത്താനാണ് ആക്ച്വലി പ്രോബ്ലം തന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ പോൾ പിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പോൾ. 2 അഡ്ജസൻറ്റ് പോളിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പോൾ പിച്ച് എന്ന് വിളിക്കാറ്. അങ്ങനെയാണല്ലോ നമ്മൾ വിളിച്ചിരുന്നത്. നമ്മൾ സിംഗിളസ് മെഷീൻ പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പോളാണ് നമ്മുടെ പോൾ പിച്ച്. ഓക്കെ, ഇതിന് വേറെ ഡെഫിനേഷനും കൂടിയാണ്. അത് നോക്കിക്കോളൂ. ഇറ്റ് ഈസ് പെരിഫറി ഓഫ് ദ ആർമേച്ചറിൻ്റെ പെരിഫറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ്. അതായത് ആർമേച്ചർ പെരിഫറി നമ്മൾ πD കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ P. പോൾ പിച്ചിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് πD/P. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പോൾ പിച്ച് എത്ര കിട്ടും? π × D/P. സോ ഇക്വേഷൻ വിൽ ബി π × ഡയമീറ്റർ വന്നിട്ടുണ്ട് എത്ര 0.35 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അടുത്തത് പോൾ ആർക്ക് ടു പോൾ പിച്ച് എന്ന് വന്നിട്ടുണ്ട്.
റേഷ്യോ ഓഫ് പോൾ ആർക്ക് ടു പോൾ പിച്ച് എത്രയാണ്? 0.7. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പോൾ ആർക്ക് കണ്ടുപിടിക്കാം. പോൾ ആർക്ക് ഈക്വൽ ടു 0.7 ഇൻറ്റു പോൾ പിച്ച്. പോൾ പിച്ച് നമുക്ക് ഓൾറെഡി അറിയാം, 0.7 ഇൻറ്റു പൈ ഇൻറ്റു 0.35 ഡിവൈഡഡ് ബൈ 4 ആണ്. ശരിയല്ലേ? ഇനി ഫ്ലക്സ് ഡെൻസിറ്റി കാണണം. ബി എന്ന് പറഞ്ഞാൽ ആരാ? ഫ്ലക്സ് ബൈ ഏരിയ ആണ്. ശരിയല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഏരിയ കാണണം. അപ്പോൾ ഏരിയ ഓഫ് പോൾ ഫേസ്, ഒരു പോൾ ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോൾ ആർക്ക് ഇൻറ്റു ആക്സിയൽ ലെങ്ത്. ഈക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ പോൾ ആർക്കിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു ആറ് ആക്സിയൽ ലെങ്ത് തന്നിട്ടുണ്ട് എത്ര? 0.2 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 0.038 മീറ്റർ സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ ഏരിയ. ഓക്കെ, അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി. ഫ്ലക്സ് ഡെൻസിറ്റി കാണാം. അതിന് മുന്നേ നമുക്ക് ഫ്ലക്സ് കാണണ്ടേ? ഫ്ലക്സ് അറിയില്ല. അപ്പോൾ ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ സാധാ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇത് 5Zn/60 ഇൻറ്റു P/A യൂസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഫ്ലക്സ് E ഇൻറ്റു 60 ഇൻറ്റു A ഡിവൈഡഡ് ബൈ Z ഇൻറ്റു N ഇൻറ്റു P. അപ്പോൾ നമുക്ക് ഫ്ലക്സ് വിൽ ബി ഗെറ്റിംഗ് E എത്രയാണ്? E 250, 60, A 4, Z 500, 4, 1200. ശരിയല്ലേ? ഫ്ലക്സ് വിൽ ബി 0.025 വെബർ. അപ്പോൾ ഫ്ലക്സും കിട്ടി, ഏരിയയും കിട്ടി. ഫ്ലക്സ് ഡെൻസിറ്റി തന്നെ ഫ്ലക്സ് ബൈ ഏരിയ. അപ്പോൾ 0.025 ഡിവൈഡഡ് ബൈ 0.038, ഇറ്റ് വിൽ ബി 0.65 വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല. ഓക്കെ, കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഫോർമുല പ്രാക്ടീസ് ചെയ്യാൻ തരുന്നതാണ്. ഇത്ര വലിയ പ്രോബ്ലം ചോദിക്കില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ചെറിയ നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ അല്ലെങ്കിൽ ഫോർമുലാസ് ഒക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഫോർമുല പ്രാക്ടീസിന് വേണ്ടി തരുന്ന പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, കാൽക്കുലേഷൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോർമുലാസ് മാത്രം അനലൈസ് ചെയ്ത് അത് അതിൻ്റെ കാര്യങ്ങൾ കൺസെപ്റ്റുകൾ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഷണ്ട് ജനറേറ്റർ കേസ് ഫുൾ ലോഡ് ഔട്ട്പുട്ട് എത്രയാണ്? 30 കിലോവാട്ട്. അപ്പോൾ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് 30 കിലോവാട്ട്. വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ? വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്ര? ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ V ആണ് തന്നിരിക്കുന്നത് 200. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പം RA തന്നിട്ടുണ്ട് എത്ര? 0.05. ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് RSH തന്നിട്ടുണ്ട് എത്രയാണ്? 50. അതോടൊപ്പം തന്നെ ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസുകളും തന്നിട്ടുണ്ട്. വിൻറ്റേജ് അല്ല, സോറി, അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ്. ഓക്കെ, അപ്പോൾ അതും കൂടി നോട്ട് ചെയ്യാം. അയൺ പ്ലസ് ഫ്രിക്ഷൻ ലോസുകൾ തന്നെയാണ് ഈ പവർ. അതുകൊണ്ടാണ് ഈ P കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1000 വാട്ട്. ജനറേറ്റർ EMF ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജനറേറ്റർ EMF എന്ന് പറഞ്ഞാൽ ഷണ്ട് ജനറേറ്റർ അല്ലേ? സോ ഇറ്റ് വിൽ ബി V is equal to terminal voltage. V is equal to EG minus IAR. ഓക്കെ, EMF ആണല്ലോ കണ്ട. അപ്പോൾ EG is equal to V plus IAR. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് അറിയാം 200 ആണ്. IA എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ല, ആർമേച്ചർ കറണ്ട്. ആർമേച്ചർ കറണ്ട് ഒരു ഷണ്ട് ജനറേറ്ററിലുള്ള ആർമേച്ചർ കറണ്ട് എന്ന് പറഞ്ഞാൽ IL plus ISH ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് IL നമുക്കറിയില്ല. IL ഈസ് ഈക്വൽ ടു ലോഡ് കറണ്ട് അല്ലേ? ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് പവറും വോൾട്ടേജ് നമ്മൾ സാധാരണ P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ഇല്ലേ? അതാണ് ലോഡ് കറണ്ടിൻ്റെ ഇക്വേഷൻ കേട്ടോ. V ഇൻറ്റു I അല്ല, അതാണ് പവർ. അപ്പോൾ ലോഡ് കറണ്ട് ആണെങ്കിൽ എപ്പോഴും പവറും വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ P/V, സോ 13×3 ഡിവൈഡഡ് ബൈ 200, യു വിൽ ബി ഗെറ്റിംഗ് 150 ആംപിയർ. ഇനി ISH ഷണ്ട് കറണ്ടാണ് കാണണമെങ്കിൽ നമുക്കറിയാം V/RSH ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. V 200, RSH തന്നിട്ടില്ലേ 50. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ബി 4 ആംപിയർ. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ കറണ്ട് IA കാണാൻ എത്രയാണ്? 150 + 4, അപ്പോൾ എത്രയാണ്?
154 ആംബിയർ ആണ് ഐ എ. ഓക്കെ, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 154 ഇൻറ്റു ആറ് എത്രയാണ് റെസിസ്റ്റൻസ്, ആർമേച്ചർ റെസിസ്റ്റൻസ് എത്രയാണ് 0.05. സോ യുവർ ആൻസർ വിൽ ബി 207 വോൾട്ട് അപ്രോക്സിമേറ്റ്. അപ്പോൾ ജനറേറ്റർ ചെയ്യുമ്പോൾ കോപ്പർ ലോസ് ആണ് വേണ്ടത്. ഈ കോപ്പർ ലോസ് രണ്ട് തരത്തിലുണ്ടാവും, ആർമേച്ചറിലും ഉണ്ടാവും ഷണ്ടിലും ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ കോപ്പർ ലോസ് വിൽ ബി, ആർമേച്ചറിൽ കോപ്പർ ലോസ് IA² RL, ഷണ്ടിലെ കോപ്പർ ലോസ് ISH² ഇൻറ്റു RSH. സോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ 154ൻ്റെ സ്ക്വയർ, ആറ് എത്രയാണ് 0.05, ISH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASH എത്രയാണ് 4 അല്ലേ, അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു RSH എത്രയാണ് 50. സോ യുവർ ഇക്വേഷൻ ബി 1985 വാട്ട്സ്. ഓക്കെ, 2000 അടുപ്പിച്ചിട്ടുള്ള വാട്ടാണ് കോപ്പർ ലോസ്. ഇനി എഫിഷ്യൻസി, നമ്മളെ സാധാരണ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് കോപ്പർ ലോസ് പ്ലസ് അയൺ ലോസ് പ്ലസ് ഫ്രിക്ഷൻ ലോസ്. അപ്പോൾ ഔട്ട്പുട്ട് എത്രയാണ്, ഔട്ട്പുട്ട് 30 × 10⁻³ ഡിവൈഡഡ് ബൈ 30 × 10⁻³ പ്ലസ് കോപ്പർ ലോസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1985, അയൺ ലോസ് പ്ലസ് ഫ്രിക്ഷൻ ലോസ് തന്നിട്ടുണ്ട് എത്ര 1000. ഓക്കെ, അറൗണ്ട് യു വിൽ ബി ഗെറ്റിംഗ് 90% ആസ് യുവർ ആൻസർ. ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്തോക്കെ, ഞാൻ ജസ്റ്റ് മെത്തഡോളജിയാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷണ്ട് ജനറേറ്ററാണ്, കറണ്ട് ഡെലിവർ ചെയ്യുന്നു അല്ലേ. അപ്പം വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാണ് 230. പിന്നെ ഷണ്ട് ജനറേറ്റർ കറണ്ട് ഡെലിവർ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡെലിവർ ചെയ്യാന്ന് പറയുമ്പോൾ IL 450 ആംബിയർ. പിന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്ര പോയിന്റ്. ഈ ആർമേച്ചർ റെസിസ്റ്റൻസ് ഒക്കെ എപ്പോഴും 1 താഴെ ആയിരിക്കും കേട്ടോ, വളരെ ചെറിയ വാല്യൂ ആയിരിക്കും 0.03. ഷണ്ട് റെസിസ്റ്റൻസ് എത്രയാണ് 50 തന്നിട്ടുണ്ട്. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഷണ്ട് കറണ്ട് കണ്ടുപിടിക്കാം അല്ലേ, V/R ഷണ്ട്. ഇവിടെ ഫിഗർ വരച്ചാലും വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വരച്ചിട്ട് ചെയ്യണമെങ്കിൽ വരച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഫോർമുലകൾ പോയായിട്ടാണെങ്കിൽ പടപടാന്ന് അടിച്ച് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് ടഫറാകുമ്പോൾ ഫിഗർ വരച്ചിട്ട് വേണമെങ്കിൽ ഫിഗർ വരച്ച് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. എങ്ങനെയായാലും നമുക്ക് ഇക്വേഷൻസ് ബൈഹാർട്ടായിട്ട് അറിയുവാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, ഐ ഷണ്ട് കിട്ടി, IL തന്നിട്ടുണ്ട് 450. അപ്പോൾ IA കിട്ടും എന്താണ് IL പ്ലസ് ISH. അവിടെയാണ് ഇക്വേഷൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ തരുന്നത്. 450 + 4.6 454.6 വോൾട്ട്. ഓക്കെ, ജനറേറ്റഡ് EMF ആണ് വേണ്ടത്. അപ്പോൾ ജനറേറ്റഡ് EMF എന്ന് പറഞ്ഞാൽ EG is equal to V + IAR അല്ലേ. V നമുക്കറിയാം എത്രയാണ് 230, IA കിട്ടി 454.6 ഇൻറ്റു 6 × 0.0. നിങ്ങൾ ചെയ്തതിന് യു വിൽ ബി ഗെറ്റിംഗ് 243 ഘടിപ്പിച്ചിട്ട് വോൾട്ട്സ്. ഓക്കെ, സിമ്പിളാണ്, ഇക്വേഷൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, ഇപ്പോൾ ലോങ് ഷണ്ട് കോമ്പൗണ്ട്, ഈ ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാം. ജസ്റ്റ് ലോങ് ഷണ്ടിന് മാത്രം ഒരു ഫിഗർ വരച്ച് തരാം ഇപ്പോൾ തൽക്കാലം. ലോങ് ഷണ്ട് ആകുമ്പോൾ ഇവിടെ RSH ഇവിടെ ഉണ്ടാവും, ഇവിടെ RSC ഉണ്ടാവും, ഇവിടെ ആർമേച്ചർ ഉണ്ടാവും അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇത് R, ഇവിടെ വോൾട്ടേജ്. ഇങ്ങോട്ടേക്കാണ് ജനറേറ്റർ അല്ലേ, അപ്പോൾ അങ്ങോട്ടേക്കാണ് കറണ്ട്. അപ്പോൾ IA, ISC, IL, ISH ഇതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തതിനൊരു പണി കഴിഞ്ഞു, നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, അത്ര 500 വോൾട്ട്. പിന്നെ ലോഡ് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ എഴുതി വയ്ക്കാം. ലോഡ് കറണ്ട് എത്രയാണ്, ലോഡ് കറണ്ട് എത്ര 50 ആംബിയർ. പിന്നെ വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് 500. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.05. ഫീൽഡ് റെസിസ്റ്റൻസ് RSC 0.03. ഷണ്ട് റെസിസ്റ്റൻസ് 250. കണ്ടോ, ഈ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, സീരീസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും കുറവായിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ജനറേറ്റർ വോൾട്ടേജ് ആണ് കാണേണ്ടത്.
ആർമേച്ചർ കറണ്ട് കാണണം. ആർമേച്ചർ കറണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? IA is equal to നമുക്ക് എന്ത് ചെയ്യാം? IA is equal to IL plus ISH അല്ലേ? അപ്പോൾ ISH എത്രയാ? ISH കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ ISH കണ്ടുപിടിക്കാം. ISH is equal to V by RSH. അപ്പോൾ V എത്രയാ? 500/RSH 250. അപ്പോൾ 2 ആംപിയർ. അപ്പോൾ ISH കിട്ടി 2 ആംപിയർ. പിന്നെ IL തന്നിട്ടുണ്ടല്ലോ 50. അപ്പോൾ 50 + 2 52 ആംപിയർ ആണ് IA. ഓക്കെ, ഇനി IA കിട്ടി 52 ആംപിയർ. വോൾട്ടേജ് ഡ്രോപ്പാണ് കാണേണ്ടത്. വോൾട്ടേജ് ഡ്രോപ്പ് നമുക്കറിയാം, ഇറ്റ് വിൽ ബി V + IARA + ISC × RSC. ബ്രഷ് കോൺട്രാക്ട് ഡ്രോപ്പും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബ്രഷ് ഡ്രോപ്പും കൂടി കൺസിഡർ ചെയ്യണം. ബ്രഷ് ഡ്രോപ്പ് തന്നിട്ടില്ലെങ്കിൽ കൺസിഡർ ചെയ്യണം, തരുന്നതുകൊണ്ട് കൺസിഡർ ചെയ്യണം. V എത്രയാ? 500. IA എത്രയാ? 52 × 6.05 + ISC എത്രയാണ്? ISC തന്നെയാണ് IA, ശരിയല്ലേ? നമുക്കറിയാമല്ലോ, ഈ ഫിഗറിൽ കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. എന്താണ്? IA തന്നെയല്ലേ ISC? കാരണം ഈ IAയിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതല്ല ISCയിലെ ഫ്ലോ ചെയ്യാം. അപ്പോൾ IA തന്നെയാണ് ISC. അപ്പം IAൻ്റെ വാല്യൂ തന്നെയാണ് എടുക്കുക. അപ്പം ഇൻറ്റു RSC എത്രയാ? 0.03 പ്ലസ് ബ്രഷ് ഡ്രോപ്പ് 1 വോൾട്ട് അല്ലേ? 2 ബ്രഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 × 1. ഓക്കെ, നിങ്ങൾക്ക് ചെയ്തതിന് ആൻസർ 506.16 വോൾട്ട് എന്നുള്ള ലെവലിൽ കിട്ടും. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കട്ടെ. അത് പ്രാക്ടീസ് പ്രോബ്ലം മാത്രമൊന്നുമല്ല, ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ എന്തായാലും ചോദിക്കും. നമ്മൾ മാത്സ് കുറച്ച് സ്പീഡാക്കേണ്ടി വരും. ഇക്വേഷൻസൊക്കെ പക്കയായിരിക്കണം. ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി ഇത് ലോങ് ഷണ്ട് ആയതുകൊണ്ട് തന്നെ IA × RA + RSC എന്ന് എഴുതാം അല്ലേ? ശരിയല്ലേ? കാരണം RA RSC ഒരേപോലെ വരുമല്ലേ? അപ്പോൾ അങ്ങനെ നമുക്കത് എഴുതാം. ഓക്കെ, എന്തായാലും ആൻസറൊക്കെ ഒന്ന് തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ് പ്രോബ്ലം, എ ഷോർട്ട് ഷണ്ട്. ഓക്കെ, ലോങ് ഷണ്ടിൻ്റെ നമ്മൾ വരച്ചു. ഷോർട്ട് ഷണ്ട് നിങ്ങൾക്ക് അറിയാൻ വരയ്ക്കാൻ അല്ലേ? ലോങ് ഷണ്ട് അല്ലേ? നമ്മുടെ ഷോർട്ട് ഷണ്ട് നമ്മളെങ്ങനെയാണ് ഇത് വരയ്ക്കുക? ഷോർട്ട് ഷണ്ട് വരയ്ക്കാൻ ഇവിടെ RSH, ഇവിടെ ആർമേച്ചർ RA, ഇവിടെ RSC അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്ന കാര്യം. വോൾട്ട് വന്നിട്ടുണ്ട് എത്ര? 220 വോൾട്ട്. പിന്നെ ഇതിൽ ISC ഉണ്ടാവും, IL ഉണ്ടാവും അല്ലേ? ഇതിലുള്ളതാണ് IA, ഇതിലെ ഫ്ലോ ആണ് ISH. അപ്പോൾ IA തന്നിട്ടുണ്ടോ? എന്താണ് നമുക്ക് കാണേണ്ടത്? നേരത്തെ അതേ ക്വസ്റ്റ്യൻ എന്നാണോ? അല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഓക്കെ, എന്താണ്? ഇതിൻ്റെ ഈ വാല്യൂസ് ഒക്കെ സെയിം അല്ലേ? അതാണ് കൺഫ്യൂഷൻ ആയത്. അപ്പോൾ RA എത്ര തന്നെയാണ്? 0.05. RSC എത്രയാണ്? 0.03. RSH എത്രയാണ്? 200. അല്ല, സെയിം അല്ല, 200 ആണല്ലേ? ഓക്കെ, വോൾട്ടേജ് എത്രയാണ്? 220. IL ലോഡ് കറണ്ട് എത്രയാണ്? 30 വോൾട്ട്. ശരിയല്ലേ? അപ്പോൾ ലോഡ് കറണ്ട് 30 വോൾട്ട് ആകുമ്പോൾ ISC എത്ര തന്നെയാണ്? 30 വോൾട്ടാണ്. പിന്നെ ഇൻഡ്യൂസ്ഡ് ആർമേച്ചർ കറണ്ട്, ആദ്യം ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കാം. IA is equal to IL plus ISH. ആദ്യം ISH കണ്ടുപിടിക്കേണ്ടല്ലോ. IL അറിയാലോ. ISH എന്താണ്? ISH will be ഇതും ഇതിൻ്റെ ഡ്രോപ്പും ഉണ്ടാവും അല്ലേ? അപ്പോൾ ISH will be equal to V plus ISC into RSC. So it will be 220 plus ISC. ISC എന്ന് പറഞ്ഞാൽ IL തന്നെ. എത്രയാ? It will be ISC എത്രയാ? ലോഡ് കറണ്ട് എത്രയാ? 30 × RSC എന്ന് പറയുമ്പോൾ 0.03. your ആൻസർ വിൽ ബി 229 വോൾട്ട്. ഓക്കെ, അപ്പം യു വിൽ ബി ഗെറ്റിംഗ് 229 വോൾട്ട്. അപ്പം ISH കിട്ടിയല്ല, പ്രശ്നമൊന്നുമില്ല. ISH കിട്ടിയ സ്ഥിതിക്ക് അല്ല, ISH അല്ല, നമുക്ക് നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് അല്ല കിട്ടിയത്. ISC × RSC 9 കിട്ടി അല്ലേ? ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് കിട്ടിയത്. സോറി, അതായത് വോൾട്ടേജ് ഡ്രോപ്പ്
അക്രോസ് ആർമേച്ചർ അല്ലെങ്കിൽ ഷണ്ട് അല്ലേ, ഇതാണ് കിട്ടിയത് അല്ലേ, ഇതാണ് നിങ്ങൾക്ക് 220. കാരണം ഇതും ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്. അതാണ് 229 വോൾട്ട് കിട്ടിയത് അല്ലേ. അപ്പോൾ ISH കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ വോൾട്ടേജ് ഡ്രോപ്പ് അതായത് 229 ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ RSH ചെയ്യണം. RSH എത്ര 200. സോ ആൻസർ ബി 1.14 ആംപിയർ. ഓക്കെ, അപ്പോൾ ISH കിട്ടി 1.14. IL നമുക്ക് ഓൾറെഡി അറിയാം അത്ര 30 സോ നമ്മുടെ ഉത്തരം 31.14 ആംപിയർ എന്നുള്ള ലെവലിൽ ആർമേച്ചർ കറണ്ട് കിട്ടും. ഇനി EMF ആണ് കാണേണ്ടത്. EMF കാണാൻ പണിയൊന്നുമില്ല. എന്താണ് EG = V പ്ലസ്, ഇവിടെ ആർമേച്ചർ കറണ്ട് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് IAR പ്ലസ് ആരെയും കൂടി കാണേണ്ടി വരും 10,000 അല്ലേ, ഈ ഡ്രോപ്പ് പ്ലസ് ഇവിടുത്തെ ഡ്രോപ്പ്, അതായത് ISC × RSC. ഇത് രണ്ടും രണ്ടാണ് വരിക അല്ലേ. പ്ലസ് ഡ്രോപ്പ് ബ്രഷ് ഡ്രോപ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബ്രഷ് ഡ്രോപ്പും കൂടി വേണം. V നമുക്കറിയാം എത്രയാണ് 220 IAR എന്ന് പറയുമ്പോൾ IA will be 31. എത്രയാണ് കിട്ടിയത് IA 31.14 × 6 എത്രയാണ് 0.05 പ്ലസ് ISC എത്രയാണ് ISC you will be getting IL അല്ലേ, അത് 30 × RSC എത്രയാണ് 0.03 പ്ലസ് ബ്രഷ് ഡ്രോപ്പ് 2. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ് 332 വോൾട്ട്സിന് അടുപ്പിച്ചുള്ള ഒരു ആൻസറാണ് കിട്ടുക. ഓക്കെ, മെത്തഡോളജി മനസ്സിലാക്കിയാലും മതി. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ, കാരണം ഇതൊന്നും ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ഒന്നല്ല ഒരിക്കലും. ഞാൻ ഓപ്ഷൻ തരുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തീർച്ചയായും ചോദിക്കും. ഈ ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫിഗർ വരച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഫിഗർ വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ല ഫിഗർ വരയ്ക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 3-4 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. അത് നമ്മൾ വേറെ ടോപ്പിക്ക് കൂടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് സം 10 ക്വസ്റ്റ്യൻസ്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് എല്ലാം ജനറേറ്ററാണ് ഡിസ്കസ് ചെയ്തത്, മോട്ടറും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനിയും മോട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊരു 10 ക്വസ്റ്റ്യൻ എല്ലാ ടൈപ്പുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ആ ഫോർമുലാസ് പഠിക്കുക, അതോടൊപ്പം തന്നെ പ്രോബ്ലംസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.